ഹലോ അസ്സലാമലൈക്കും. എന്തായാലും ആർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ എനിക്കും സുഖന്ന. ഇന്ന് രാവിലെ ഉച്ചോളമുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നവോ. രാവിലെ തന്നെ ഞാൻ കറിക്കൊന്നുണ്ടായിട്ടില്ല. ഇനി അങ്ങനെ പയർ കറിയാക്കാം. ഉച്ചക്കേക്കുമായി കാലത്തേക്കുമായി നല്ലിയിട്ട് അങ്ങനെ പയർ വെളുത്ത പയറില്ലേ അത് രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിനി. അങ്ങനെ അതിൻ്റെ പയർ മുളക് തണ്ണിയാക്കാൻ നല്ലിയിട്ട് അങ്ങനെ മുളക് തണ്ണിയാക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി വെച്ച് എന്നിട്ട് വേവിക്കാതെ എന്താക്കി അറിയോ, കുറച്ച് മീനുണ്ടായിനി. ഞാൻ കൊണ്ടേ കുറച്ച് വാളയും പിന്നെ 2 അയിലയും ഉണ്ടായി. അതിനെ മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് വെച്ച്. പിന്നെ ഞാൻ പയറ്റിന് തക്കാളി പിന്നെ ഒരു മാങ്ങാൻ്റെ പകുതി ഉണ്ടായി, മാങ്ങ, ഒരു പച്ചമുളക്, 2 നീരുള്ളി, ഒരു ബട്ടട്ട എല്ലാം ഇട്ടിട്ട് നല്ല പയർ നല്ല 2 വിസിലിന് വെന്തിന് പയറില്ല പോത്തിനുണ്ട്. അതിനെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടായിട്ട് ഇല്ലേ കലത്തപ്പം ചൂടാലിട്ട് അരി കാലത്തന്നെ പോത്തിയ രാത്രി പോത്താൻ അത് മറന്നിട്ടുണ്ടായി. പയർ പോത്തിന് കലത്തപ്പത്തിന് അരി പോത്താൻ മറന്ന്. അങ്ങനെ ഞാൻ എന്താക്കി അറിയോ, കാലത്ത അരി പോത്തിയിട്ട് 5 മിനിറ്റ് വെച്ചിട്ടാ അങ്ങനെ നല്ല തേങ്ങ എല്ലോട്ടൊരു കലത്തപ്പാക്കാൻ. നമ്മൾ പണ്ടെല്ലാം തീയിട്ടിട്ട് പുറത്ത് കയറി ദബ്ബിയിട്ടിട്ട് ചെപ്പിട്ടിട്ടെല്ലാം കലത്തപ്പം ചൂട്ടുണ്ടായിട്ടില്ല. ഞാൻ അതേപോലെ ഞാൻ എന്താക്കി അറിയോ, വലിയ ഫ്രൈ പാനിൽ നോക്കിയിട്ട് വലിയ ഫ്രൈ പാനിൽ കൂട്ടാൻ നല്ലിയിട്ട് അങ്ങനെ ആക്കാൻ തിരിച്ച് അങ്ങനെ നല്ല അരിഞ്ഞ പിന്നെ ഇല്ല അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഫസ്റ്റ് പറ്റും അരി അരച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് ഒരേ അടി അടിച്ചിന്. എന്നിട്ട് നല്ല എത്തിലെ കൂട്ടീന് കലത്തപ്പം. ഒരു തെളുപ്പുള്ള ഫ്രൈ പാനിൽ കൂട്ടുന്നില്ല, അങ്ങനെയല്ല 2 കലത്തപ്പം എന്താക്കില്ല, ഒരേ കലത്തപ്പം ചുട്ട. നല്ല ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഉള്ളി നല്ല കാഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെ ഒഴിച്ചിട്ട് അങ്ങനെ മൂടിയിട്ട് വെച്ച് ചെറിയ തീയിൽ. അതവിടെ അങ്ങനെ ബന്ധോണ്ടിക്കും നമുക്ക് കറിയാവുമല്ലോ അല്ലിട്ട്. അങ്ങനെ കറി വെന്തിട്ട് അതിനെ പിന്നെ ഞാൻ കലം പോർന്ന് കടുവും വെളുത്തുള്ളിയും കറിച്ചപ്പലെല്ലാം ഇട്ടിട്ട് അത് കലം പോർന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ കലത്തപ്പം ആയിക്കൊണ്ട് വന്നു. പിന്നെ എൻ്റെ മരിയോളം അടിച്ചുകൊണ്ടും ഉള്ളെല്ലാം തോർത്തിക്കൊണ്ടും അടിച്ചുകൊണ്ട് തയ്ക്കൊണ്ടെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇന്ന് കാലത്ത് തന്നെ ചെല്ലണിച്ചില്ല. അമ്മ മുറ്റെല്ലാം ഇന്ന് ഒത്തരാക്കാം. അമ്മ കുറേ നാളായി മുറ്റം ഒത്തരാക്കാത്തേന്ന്. അങ്ങനെ അതാ നല്ലൊരു അടിപൊളി കലത്തപ്പമായി. ഏത്തിൻ്റെ കലത്തപ്പം കുറേ തെളുപ്പുള്ള കലത്തപ്പം തന്നെയല്ലേ എപ്പോഴും തോന്നുന്നു. അങ്ങനെ ഒരു ഏത്തിൻ്റെ കലത്തപ്പം മഞ്ഞത്തണ്ണിയും കൂട്ടിയിട്ട് ചായയും വെച്ച് അങ്ങനെ കാലത്തത്തെ ഫുഡ് അങ്ങനെ കഴിച്ച്. അങ്ങനെ എൻ്റെ നൂഹ മോള് കിഞ്ഞിനായി ഞങ്ങളൊക്കെ വറക്കാൻ കൂട്ട വറക്കാനെല്ലാം. അവളൊക്കെ ഇതായിക്കൊണ്ട് ഞങ്ങളൊക്കെ തത്രയാക്കുമ്പോൾ കൂടിക്കൊണ്ടും മറ്റേ ചെറിയതുണ്ടല്ലേ ഉള്ളതിനെല്ലാം പാക്ക് ചൊരിയുന്നത് ഇതിനെല്ലാം ഇട്ടനെല്ലാം ചൊരിഞ്ഞുകൊണ്ട് പോകുന്നതും വെള്ളം കൊടുത്ത് പൈപ്പൊന്ന് കൂട്ടുന്നതും അത് പണിയാണ് ചെറിയതിന്. അങ്ങനെ ഓളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നല്ല മുറ്റമെല്ലാം അടിച്ചിന് ഞാനോളൊത്തിട്ട് ഞാനല്ലപ്പാ ഓളെന്നെല്ലാം അടിച്ചിട്ട് ഒത്തിരി ഞങ്ങളുടെ ഒരു പായ ഇട്ടിട്ട് ഞാനതവിടെ ഇരുന്ന് മുറ്റത്തന്നെ അവിടെ വിസിയായിക്കൊണ്ട് ഇതായിക്കൊണ്ട് ഉണ്ടായി. ഓളെല്ലാം ഒത്തിരക്കി പുല്ലൊന്ന് പൊരിച്ചിട്ടാ അതൊന്നും കഴിഞ്ഞില്ല പൊരിക്കാൻ. മുറ്റെല്ലാം അടിച്ചിട്ട് ഇവിടെ ഒത്തിരക്കുക. പിന്നെ മീനിനെ കായ്ച്ച് അതിനിടയ്ക്ക് ചോറും തളിച്ച് പിന്നെ ഞാൻ കയ്പ്പൊക്കെ കറി വെച്ചിനായി. കയ്പ്പൊക്കെ ഞാൻ കാണിച്ചിട്ട് എപ്പോഴും കാണിക്കുന്നല്ലേ എന്നിട്ടല്ലേ കയ്പ്പക്കാൻ്റെ കറി ഞാൻ കാണിച്ചിട്ട്. ഇത് കയ്പ്പക്കാൻ്റെ കറിയാണ്, പാറ്റിൻ്റെ കറി ആയിട്ടില്ല. പിന്നെ ലാസ്റ്റ് കയ്പ്പക്കാൻ്റെ കറി വെച്ച പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ ഇതിൽ വേവിച്ച് അങ്ങനെ വേവിക്കുന്ന എടുക്കാൻ കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ ഇരുന്നിട്ട് വേവിച്ചിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിനി. അങ്ങനെ ആ സ്റ്റാൻഡ് വന്ന് മിസ് വന്നു. നല്ല സ്റ്റാൻഡാവും, നല്ല ഉണ്ട്, നല്ല ഗട്ടിയുണ്ട് അത്. പിന്നെ 2 തട്ടെങ്കുമില്ല, നല്ല ഗട്ടിയുണ്ട്. പിന്നെ അത് അതിലേക്ക് ഇത് ഈ ദബ്ബ ഉണ്ടല്ലോ ഇതിൻ്റെ അത് ഓർഡർ ആക്കിന്. അത് കൊണ്ടേ പിന്നെ വെച്ച് നിങ്ങൾക്ക് കാണിക്കാവാ. അത് ഓർഡർ ആക്കിയിട്ടുണ്ട്, അത് എത്തിയിട്ട നല്ല അത് അടിക്കുക. ഇത് വെച്ചെങ്കിലില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കാലിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചായപ്പൊടി പഞ്ചാര എല്ലാം എടുത്ത് നല്ല പാകമുള്ളത് നമുക്ക് വെച്ചെങ്കിൽ അവിടെ അടുത്ത് തന്നെ എടുത്തിട്ട് ഇട്ടോളാലോ. അങ്ങനെ ഇട്ടോ നമ്മൾ ഓർഡർ ആക്കിയത്. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിച്ചിനായി, ഒരു മിച്ചറും ചായ കുടിച്ചിനായി. വൈകിട്ട് ഉള്ളത് ഒരു സ്നാക്സ് ആക്കി എന്ത് ഇതിൻ്റെ ഇതുപോലത്തെ പാനിപ്പൂരി ഷവർമ്മ ആക്കിയതോള് നല്ല പാങ്ങായിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയാവാ നല്ലതാണ്. അതാ ഇത് പൂരിയില്ലേ ചുടുമ്പോഴേക്ക് എന്തോ ഒരു പാങ്ങ ചെറിയ ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരുമ്പോൾ ഞാൻ വേണേ കുറേ ആക്കിനായി. ഇതന്നെ പൊന്തിക്കൊണ്ട് വരുമ്പോൾ അല്ലേ നല്ല പാങ്ങാന്ന് ചൂടാൻ. നല്ലതാ കാണുന്നല്ലേ ബബിളിതായിക്കൊണ്ട് വരുന്ന. പിന്നെ രാത്രി അതും കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരു അങ്ങനെ പിന്നെതാ ഓളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് ഇതെല്ലാം ഈ റെസിപ്പി ഒന്നും നോക്കിയിട്ടില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയാവോ.
ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണോ, കമൻ്റ് ഇടണോ ഉണ്ടാക്കി നോക്കിയിട്ടായിട്ട്. നല്ല പാങ്ങുണ്ട്. പിന്നെ ഓളാക്കിയിൽ ചെന്നല്ല നല്ല പാങ്ങുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കിയാവല്ലേ. എന്നിട്ട് ഞങ്ങളോട് കമൻറ്റിൽ അഭിപ്രായം പറയണോ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട്. എന്ത് പണിയില്ല, സിമ്പിൾ പണി. പിന്നെ വേറെ എന്തിപ്പാ ഇതാ എൻ്റെ പുള്ളിഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് വൈകിട്ടത്തെ എന്തിന് കാൽക്കെന്തോ കൊണ്ടുകിട അതിൻ്റെ കാൽക്കെന്തോ ടയർ കൊണ്ടതാ, ടയർ കൊണ്ട് കാൽക്ക്. എല്ലാവരും സബ്സ്ക്രൈബും ഷെയറെല്ലാം ആക്കണോ, അല്ല കമൻ്റ് ആക്കണം. പിന്നെ രാത്രി ഒരു കണ്ട മാങ്ങ ഉണ്ടായിന് തോന്നുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.